എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഇന്ദ്രജിത്തിനോട് ഞാൻ പക്ഷപാതപരമായിട്ട്? ഇന്ദ്രൻ ആരാന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ ചത്തു കഴിഞ്ഞാൽ കൊള്ളി വയ്ക്കേണ്ട മോനാണ് അവന്. കൊച്ചുകുട്ടികളല്ലേ ലണ്ടനിലൊക്കെ പഠിച്ചു. അവിടെ ചെല്ലുമ്പോൾ എന്താ ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ്, എന്താ ഇങ്ങനെ കയ്യില്ലാത്ത ഇതിങ്ങനെ ചോദിക്കാൻ അവിടെ ഒന്നും ആരുമില്ല. പിള്ളേരെ വിട്. എത്രയോ പ്രായമായ പെണ്ണുങ്ങൾ ഈ കോലത്തിൽ നടക്കുന്നുണ്ട്, സിനിമയിലുണ്ട്, സിനിമാക്കാരിലുണ്ട്. ആദ്യം നിങ്ങൾ അവരെയൊക്കെ വിമർശിക്കുക. ബേസിലെന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഈ കോമഡി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ഓവർ കാണിച്ചാലും നമുക്ക് കയ്യിൽ നിന്ന് പോവും. അത് കാണിക്കേണ്ട ലെവലിൽ നിൽക്കണം. ഇത് ഇനി എനിക്ക് പറയാനുള്ളൊരു പ്രധാന കാര്യം, ഒരുപാട് പേരുടെ ചില മെസ്സേജിൽ ചേച്ചി കണ്ടായിരുന്നോ മറ്റേ ഇന്ദ്രജിത്തിൻ്റെ പടത്തിൻ്റെ താഴെ ഒരു കമൻസ് കണ്ടായിരുന്നു? എന്താവാ എനിക്ക് അങ്ങനെ എനിക്ക് ഇത് ഈ ഓരോന്നും നോക്കി കമൻസ് വായിക്കുന്ന ഒരാളല്ല ഞാൻ. എല്ലാവരും പറയാൻ ചേച്ചി നന്നായിരുന്നു, അയ്യോ സന്തോഷം. അത് കമൻസ് വായിക്കാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒത്തിരി വായിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ഒരാൾക്ക് മറുപടി എഴുതാൻ പ്രയാസമാണ്. ഇടുന്നെങ്കിൽ എല്ലാവർക്കും എഴുതുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. പിന്നെ ഇന്ദ്രജിത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ പടങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നത് നല്ല പടങ്ങളാണ്. അതാ ഇതാന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇതാണോ എന്നോട് പറയാൻ വന്നത്? തീർച്ചയായിട്ടും അതെ. അവന് ഇന്ദ്രജിത്തിന് ഒരുപാട്. ഞാനിപ്പോൾ ഖത്തറിൽ എനിക്കവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഞാനിവിടെ പോകുമ്പോൾ ഒരുപാട് പേര് ഇദ്ദേഹത്തിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. അയ്യോ എന്തൊരു പൃഥ്വിരാജ് തന്നെ പലപ്പോഴും പറയുന്നുണ്ട്. കാരണം ഇന്ദ്രൻ എന്തൊരു ഒരു വെറൈറ്റിയുള്ളൊരു ആർട്ടിസ്റ്റാണ് ചേച്ചി. കോമഡി എങ്കിൽ കോമഡി, സീരിയസ് എങ്കിൽ സീരിയസ്, വില്ലൻ എങ്കിൽ വില്ലൻ എന്ന് പറയും. പക്ഷേ വാസ്തവത്തിൽ ഇന്ദ്രത്തിന് ഞാൻ പറയും, ഇതൊക്കെ ഈ സിനിമ എന്നൊക്കെ പറയുന്നത് ഒരാൾ മാത്രം തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലായിരുന്നു. ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം പറഞ്ഞതാണ്. ഇന്ദ്രജിത്ത് ആദ്യം വരുമ്പോഴേ തന്നെ ഇപ്പം തന്നെ മീശ മാധവല്ലേ, ഈപ്പൻ പാപ്പച്ചി, അത് ക്യാരക്ടർ എന്താണ്, വില്ലനാണോ അല്ലെ വേറെ വല്ലതാണോ? പക്ഷെ അവനെന്തൊരു പേരുണ്ടാക്കി കൊടുത്തൊരു കഥാപാത്രമായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ക്യാരക്ടറും ആവട്ടെ, നമ്മുടെ പെർഫോമൻസ് ഒരു സിനിമ കണ്ടിറങ്ങി പോകുന്ന ആൾ ഓർമ്മിച്ച് എടുത്തു പറയുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് പറയാൻ വെച്ചാൽ ഈ അടുത്ത കാലത്തൊരു കമൻറ്റ് കണ്ടു, ചേച്ചി എന്തോ കുറച്ചൊരു പക്ഷപാതപരമായിട്ട് ഉണ്ട് ഇന്ദ്രനെ കുറേ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആസക്തി ചെയ്യുമെന്ന്, എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഇന്ദ്രജിത്തിനോട് ഞാൻ പക്ഷപാതപരമായിട്ട്? ഇന്ദ്രൻ ആരാന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ ചത്തു കഴിഞ്ഞാൽ കൊള്ളി വയ്ക്കേണ്ട മോനാണ് അവന്. അവനെ എനിക്ക് തള്ളി മാറ്റി നിർത്താൻ പറ്റുമോ? അവനാണ് എൻ്റെ മൂത്ത മോൻ, എൻ്റെ ആദ്യത്തെ സന്തതി. മനസ്സിലായില്ലേ? പക്ഷേ ഇന്ദ്രന് ഞാനും എല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുമോ, അല്ലെങ്കിൽ അവനും അതെ എൻ്റെ കൂട്ടാണ്. ആരെങ്കിലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, അത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടും കുറച്ച് കൂടുതൽ സംസാരിക്കും. കുറച്ച് സുകുമാര സാറിൻ്റെ രീതിയാണ് രാജു ഒന്ന് അടുത്ത് വരാനൊരു 5-10 മിനിറ്റ് എടുക്കും. പക്ഷെ അത് കഴിഞ്ഞ് അടുപ്പമായി കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കുകയും ചെയ്യും. അതാണ്. പക്ഷേ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ രാജുവിനുണ്ട്. പിന്നെ സുപ്രിയ എന്ന് പറയുന്നത്, ആ കുട്ടി ഇവിടെ കേരളത്തിൽ താമസമാകുന്നത് തന്നെ പൃഥ്വിരാജിനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ്. അതുവരെ പാലക്കാടാണ് സ്വദേശം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരാദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ആയിട്ട് താമസിക്കുകയും കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ പക്ഷപാതപരമായിട്ട് ഇന്ദ്രജിത്തിനോട് പെരുമാറുന്നതൊക്കെ പറഞ്ഞ് ഒരാൾ എഴുതിയിരിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മോനെ, അങ്ങനെയൊന്നും ഒരു അമ്മയോട് സംസാരിക്കരുത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിന്നിപ്പോൾ ഒരു ചെറുപ്പക്കാർ ഒരു സമരത്തിന് ഇറങ്ങി, ഏതോ പാർട്ടിയുടെ ആവട്ടെ, അടിക്കൊണ്ട് തല പൊട്ടി തൂക്കി എടുക്കുന്നു, വണ്ടിയിലിടുന്നു, കൊണ്ടുപോകുന്നു. എന്താ ഞങ്ങളെപ്പോലുള്ള അമ്മമാർ പറയുക? ശോ കഷ്ടം, എൻ്റെ ദൈവമേ. പിറ്റേ ദിവസം ഇറങ്ങാൻ നേരത്ത് ഈ പറയണം, അച്ഛനമ്മമാർ പറയുമോ എന്ന് എനിക്കറിയില്ല, ഈ കുട്ടി ഇനി നാളെ പോകുമോ സമരത്തിൽ? ഞാൻ ആദ്യം ചിന്തിക്കുന്നത് അതാ, നാളെ സമരം പോകത്തില്ലായിരിക്കും, കഷ്ടം ഇത്രയൊക്കെ പറ്റിയല്ലേ, എന്തായാലും വീട്ടിൽ പറയാം അച്ഛനമ്മ. ഇനി അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടുത്ത ദിവസവും നിങ്ങൾ അതേ സമരത്തിന് വെച്ചുകെട്ടുമായിട്ട് വരും. ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? അല്ല. ആ വെച്ചുകെട്ടോടുകൂടി വീണ്ടും ചെല്ലുമ്പോൾ ഒരു സഹതാപം കൂടുമെന്ന് നിങ്ങളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തി ഒരു വാർത്താ പ്രാധാന്യം നേടി നമ്മളൊരു ഹീറോ ആകാം എന്ന് ചിന്തിച്ചാൽ അതുപോലത്തെ ഒരു വിഡ്ഢിത്തരം ഈ ലോകത്ത് വേറൊന്നും കാണത്തില്ല.
നമ്മൾക്കൊരു കുടുംബമുണ്ട്, അച്ഛൻ, അമ്മ, സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, ഇതൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം ശരി, നിങ്ങളിപ്പോൾ ഒരു പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഒരു ദിവസമൊക്കെ പോയി എന്നും പറഞ്ഞ് ക്ലാസ്സും കട്ട് ചെയ്ത് നേരം വെളുക്കുമ്പോൾ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ അച്ഛൻ്റെ അമ്മയും ചിലവാക്കി ഇത്രയും കാലം പഠിപ്പിച്ചതിന് എന്ത് പ്രയോജനമാണ് പിന്നെ? ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ? അപ്പോൾ ആ അച്ഛനോടും അമ്മയോടും ചോദിച്ചു നോക്കണം, പിറ്റേ ദിവസവും സമരത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മകനോട് എന്തോ ഒരു പക്ഷപാതപരമായ ഒരു നിലപാടുണ്ടല്ലേ, ഇന്നും കൂടെ അവനെ സമരത്തിന് വിടത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകാതിരിക്കുമോ? ഇല്ല. പോകേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പോകണം തോന്നിയാൽ നിങ്ങൾ പോകും. അതുപോലെ ഒരു സിനിമ അഭിനയിക്കാൻ ക്യാരക്ടർ ചൂസ്, അത് വളരെ സത്യമാണ്. ഇന്ദ്രൻ്റെ പടങ്ങളൊക്കെ ഒരു പ്രത്യേകതരം കഥാപാത്രങ്ങളായിരിക്കും ഇന്ദ്രൻ ചെയ്യുന്നത്. അത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തായിരുന്നു ഒരു കഥകളി വേഷമൊക്കെ ചെയ്ത ഒരിത്, പിന്നെ നായകൻ എന്ന് പറഞ്ഞൊരു പടം, അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സ് ഇന്ദ്രൻ ചെയ്തതിനകത്ത് എന്തിനാ പറഞ്ഞത്, ആദ്യ ക്ലാസ്മേറ്റ്സ് ഞാൻ ഇപ്പോഴും പറയും, ആദ്യമായിട്ട് ഞാൻ ഖത്തറിൽ ചെല്ലുമ്പോഴോ എൻ്റെ പൊന്നേച്ചി ആ പടി കയറി പോകുന്നൊരു സീനുണ്ടല്ലോ, അയ്യോ എത്ര പെണ്ണുങ്ങൾ ചവിട്ടിയതാന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ അവൻ്റെ സീൻ എടുത്ത് പറഞ്ഞ് അവനെ ഓർത്തിട്ട് മോനെ അഭിനന്ദിച്ച് എന്നോട് സംസാരിക്കുകയും ഇത് ഇന്ദ്രിയത്തിനെ അറിയിക്കണം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ദ്രിയത്തിന് വലിയൊരു ഓഡിയൻസ് ഉണ്ട്. അത് പക്ഷേ ഇവിടെ ഒരുപക്ഷെ അയാൾ അങ്ങനെ ഒരു PR വർക്കെന്ന് പറഞ്ഞ് നടക്കാറുമില്ല. അത് പറയണമല്ലോ. ഞാൻ ചോദിക്കാറുണ്ടത്, അതൊക്കെ വരാനുള്ളതൊക്കെ വന്നോളൂ അമ്മയെന്ന് പറയാം. അതിനകത്തൊരു വലിയ വറീഡല്ല, കുറച്ചുകൂടെ എൻ്റെ PR വർക്ക് കൂട്ടണം. ഇപ്പോൾ പക്ഷേ എല്ലാം ചെയ്യുന്നുണ്ട്. തെലുങ്കുണ്ട്, തമിഴുണ്ട്, വെബ് സീരീസുണ്ട്. എന്തിനാ പറഞ്ഞത്, MGRൻ്റെ വെബ് സീരീസൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ചു കൊടുത്തതാണ് ഇന്ദ്രന്. അപ്പോൾ ഇന്ദ്രനെ സംബന്ധിച്ച് വെറൈറ്റിയുള്ള റോളുകൾ അത് സത്യമാണ്. കാരണം ഇന്ദ്രൻ കൊമേഡിയനാണോ, ഹീറോയാണോ, വില്ലനാണോ, ക്യാരക്ടർ ആർട്ടിസ്റ്റാണോ എന്ന് ഒരു ലേബലിൻ്റെ കീഴിൽ ഒതുക്കി നിർത്താനാവാത്ത വിധം ഇന്ദ്രൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് സത്യം. പക്ഷേ എനിക്ക് അത് ഇഷ്ടമാണ്. അങ്ങനെ ആയിരിക്കണം ഒരു ആർട്ടിസ്റ്റ്. കോമഡി എങ്കിൽ കോമഡി, സീരിയസ് എങ്കിൽ സീരിയസ്. അങ്ങനെ ചെയ്യുമ്പോഴല്ലേ ഒരു ആർട്ടിസ്റ്റിൻ്റെ മുഴുവൻ ഗുണങ്ങൾ പറയും. അല്ലാതെ ഇപ്പോൾ സ്ഥിരമായിട്ട് കോമഡി ചെയ്തുകൊണ്ടിരുന്ന ഒരാളിനെ വിളിച്ചിട്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൊടുത്തിട്ട് ഇങ്ങനെയാണ് മക്കളോട് പൊട്ടിത്തെറിക്കുന്നത്, പണ്ട് തിലകഞ്ചേട്ടൻ്റെയൊക്കെ കഥാപാത്രങ്ങൾ പോലെ സ്ഫടികം പോലൊക്കെ, അതവർക്ക് ചിലപ്പോൾ നിൽക്കില്ല കയ്യിൽ. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ എല്ലാം ചെയ്ത് ക്യാമറയുടെ മുമ്പിൽ ആ ഒരു ട്രെയിനിങ് കിട്ടി വലിയ വലിയ സംവിധായകരുടെ കീഴിൽ അവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് വർക്ക് ചെയ്തവർക്ക് അത് അവരുടെ തൊഴിലിന് ഗുണം ചെയ്യത്തേ ഉള്ളൂ, ഒരിക്കലും ഒരു ദോഷം ചെയ്തില്ല. അതപ്പോൾ ഇന്ദ്രിയത്തിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാനിത് പറയാൻ കാര്യം, ഇന്ദ്രിയത്തിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച്, ഇന്ദ്രൻ ഈ പറയുന്ന പോലെ തിരഞ്ഞെടുക്കുന്ന പടങ്ങളെക്കുറിച്ച്, ഇന്ദ്രൻ്റെ യാത്രകളെക്കുറിച്ച്, ഇന്ദ്രനോട് അമ്മ കുറേ കൂടെ സ്നേഹം കാണിക്കണമെന്ന് പറയുന്നതിനെക്കുറിച്ച് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ദ്രൻ ഇവിടെ. ഇന്ദ്രൻ്റെ മകളുടെ അത് പറഞ്ഞപ്പോഴതിനകത്ത് ഒരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു കോവളത്ത്. ഇവിടെ ക്രാഫ്റ്റ് എന്താണ് വില്ലേജും ഗവൺമെൻറ്റും ഒക്കെ കൂടെ ഇടപെട്ടൊരു വലിയ മ്യൂസിക്കൽ നൈറ്റ്. പ്രാർത്ഥന തന്നെത്താനെ ആദ്യമേ ഒരു വർഷം ലണ്ടനിലൊക്കെ പോയി പഠിച്ചു, എന്താ പറയുക, മ്യൂസിക്കും തിയേറ്ററും ഒക്കെ. അപ്പോൾ അത് തന്നെത്താനെ എഴുതി ഒരു ആൽബം ലോഞ്ച് ചെയ്തു. അതിൻ്റെ ഫംഗ്ഷനായിരുന്നു. അതിൽ ഭയങ്കര നല്ല ഫംഗ്ഷനായിരുന്നു. മോളസിലായിട്ട് പാടി ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് പറയോ കൊച്ചു കുട്ടിയാണെങ്കിൽ എന്ത് രസമാണ് അവൾ പറഞ്ഞ വാചകങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഇവിടെ വന്നു. അത് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റെന്താണ് എന്തോന്ന് പാൻറ്റ് കീറിയ പാൻറ്റെന്നോ എന്തോ എനിക്ക് എൻ്റെ പേരറിഞ്ഞുകൂടാ, ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ് ഇട്ടു, കൈയില്ലാത്ത ഉടുപ്പിട്ടു, അങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടു, ഷോർട്ട്സ് ഇട്ടു. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, കല്യാണം കഴിഞ്ഞ് ആ കുട്ടിക്ക് 10-16 വയസ്സായി. ആ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നാളെ പൂർണ്ണിമ ഇട്ടു തന്നെ ഇരിക്കട്ടെ, ഇതൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടെ എതിർക്കാൻ അവരുടെ ഇപ്പോൾ ഇന്ദ്രന് എതിർപ്പില്ല, ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എതിർപ്പില്ല, പിന്നെ ഞാനെന്തോ പറയാനാ? അങ്ങനത്തെ എതിർപ്പുകൾ എന്തിനാ? പൂർണ്ണിമയുടെ പ്രധാന ജോലി ബൊട്ടീക്കാണ് അല്ലേ? പൂർണിമ അവിടെ തന്നെ പഴയ സാരിയൊക്കെ വെട്ടി ഓരോ സൈസിൽ ഉടുപ്പ് തയ്ച്ചിട്ട് ഫോട്ടോ എടുത്ത് പലർക്കും അയക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതല്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല ആ ഫോട്ടോ. പുറത്തേക്ക് പൂർണിമ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ലണ്ടൻ, എന്താ പറയുക, ഗൾഫിൽ, അമേരിക്കയിൽ. അപ്പം ഇന്ന ഡിസൈൻ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പൂർണിമ തന്നെ പൂർണിമയുടെ സാരികളൊക്കെ വെട്ടി അതേപോലെ തയ്ച്ച് ഇട്ട് ഫോട്ടോ എടുത്ത് അയക്കാറുണ്ട്. കുട്ടിയല്ലേ, ലണ്ടനിലൊക്കെ പോയി പഠിക്കുമ്പോൾ കീറിയ പാൻറ്റോ കയ്യില്ലാത്ത ടോപ്പോ ഒക്കെ ഇട്ടെന്നിരിക്കും. അപ്പോൾ കൊച്ചുകുട്ടികളല്ലേ ലണ്ടനിലൊക്കെ പഠിച്ചു, അവിടെ ചെല്ലുമ്പോൾ എന്താ ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ്, എന്താ ഇങ്ങനെ കയ്യില്ലാത്ത ഇതിങ്ങനെ ചോദിക്കാൻ അവിടെ ഒന്നും ആരുമില്ല. നിങ്ങൾക്കറിയാമല്ലോ വിദേശ രാജ്യങ്ങളിലെ, പാശ്ചാത്യ രാജ്യങ്ങളിലെ വേഷവിധാനമൊക്കെ. അപ്പോൾ അവിടുന്ന് കുറേ ഡ്രസ്സ് വാങ്ങിക്കും, ഇടും.
അത് വരും. അപ്പോൾ അത് അവിടെ ഇട്ടു ഇവിടെ ഇട്ടു. ഇവിടെ വരുമ്പോൾ ഇവിടുത്തേതായ സാരി ഇടുന്നതുകൊണ്ട് പ്രാർത്ഥനയിൽ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അമ്പലത്തിലുമൊക്കെ പൂജകൾക്കൊക്കെ. അപ്പോൾ അത് കൊടുക്കും ഇത് കൊടുക്കും, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞതിനോട് ഞാൻ പറയും, ശ്രദ്ധിക്കണം മോളെ, ഓരോരോ സദസ്സിൽ പോകുമ്പോൾ വിമർശകരായിരിക്കും കൂടുതൽ. എൻ്റെ പ്രായമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല, എന്തെങ്കിലും ഒന്ന് പറയുക ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണത്. ഇപ്പം ഞാൻ നാളെ ഇവിടെ ഒരു ജീൻസും ഒരു ഷർട്ടും ഇട്ട് നടക്കാതിരിക്കട്ടെ, അല്ല ഫിസിയോതെറാപ്പി ചെയ്ത ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് പൈജാമ പോലെ തയ്ച്ച്, ശരിയാണ്. പക്ഷേ അപ്പം പറയുന്നത് അയ്യോ ഇവരെന്തിങ്ങനെ, ഇവർക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച വരെ ഇത് പറയും. എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ലൂസ് പൈജാമയും ഷർട്ടും ഇട്ട് നടക്കുന്നതെന്ന് ആരെങ്കിലും അന്വേഷിക്കുമോ? ഇല്ല. അപ്പം ഞാനങ്ങനെ നടക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരെ ഞാൻ ജനിച്ച കാലം തൊട്ട് കാണുന്നത്, ഞാൻ വിദേശത്തൊന്നും പഠിച്ചിട്ടുമില്ല പോയിട്ടുമില്ല. അങ്ങനെ ഒരു കുട്ടി ചെയ്തു, അതിന് അതിൻ്റെ അച്ഛൻ എന്ത് വേണം, അമ്മ എന്ത് വേണം, അത് അവർ നോക്കട്ടെ. എന്തെങ്കിലും ഒരു കുറച്ച് അയ്യോ വേണ്ട മോളെ എന്നുണ്ടെങ്കിൽ അത് പറയും, അവർ പറയും. ഓരോ സ്ഥലത്തെ ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ വരുന്നവരുടെ എന്ത് സദസ്സാണ്, എങ്ങനെയുള്ള സദസ്സാണ്, എന്ത് പരിപാടിയാണ് എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് എല്ലാവരും കുട്ടികളൊക്കെ പലരും ഡ്രസ്സ് ചെയ്യൽ. ഇപ്പം ഞങ്ങളുടെ തലമുറ എന്ന് പറഞ്ഞാൽ അതല്ല. ഞങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ഈ ഹാഫ് സാരി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക്, 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഹാഫ് സാരി, കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്ത്. പച്ച പാവാട, വെള്ള ബ്ലൗസ്, വെള്ള ഹാഫ് സാരി. ഈ ഹാഫ് സാരി ഇപ്പോൾ കാണാറുണ്ടോ? എന്താ ആരും അന്വേഷിക്കാത്ത ഹാഫ് സാരി ഇവിടെ പോയത്? തമിഴ്നാട്ടിൽ പിന്നെയുണ്ട്, ഇവിടെ ഇല്ല. ഇവിടെ അതിന് പകരമാണ് ഇപ്പോൾ ഈ ചുരിദാർ വന്നിരിക്കുന്നത്. പക്ഷേ അത് കുറേ കൂടെ നല്ല ഡ്രസ്സാണ്, ഫുള്ളി കവേർഡാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ ചുരിദാറൊന്നുമില്ല. ഞങ്ങൾ ഹാഫ് സാരി എടുത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പോയി, പിന്നെ അത് കഴിഞ്ഞാൽ സാരി, ഇത്രയേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടുള്ള ഡ്രസ്സുകളില്ല. അന്നും ചില വിദേശത്തു നിന്നൊക്കെ വരുന്ന പിള്ളേർ ചില പാൻറ്റും, പക്ഷേ അപ്പോഴും ഇതുപോലത്തെ ടോപ്പുകളൊന്നും അല്ല, ഈ കീറിയ പാൻറ്റൊന്നും ഇല്ല. അതൊക്കെ ഇപ്പോഴാണ്. അപ്പോൾ ഓരോ കാലങ്ങളുടെ മാറ്റം അനുസരിച്ച് ഫാഷൻ മാറുമ്പോൾ ചിലർക്ക് ഒരു ആകർഷണീയത തോന്നും. അത് ഇപ്പോൾ 17 വയസ്സായ കുട്ടിക്ക് തോന്നാൻ പാടില്ല, 47 വയസ്സായ തടിച്ചുകൾക്കിടാം എന്ന് അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ ആദ്യം നിങ്ങൾ അവരെയൊക്കെ വിമർശിക്കുക, പിള്ളേരെ വിട്. എത്രയോ പ്രായമായ പെണ്ണുങ്ങൾ ഈ കോലത്തിൽ നടക്കുന്നുണ്ട്, സിനിമയിലുണ്ട്, സിനിമാക്കാരിലുണ്ട്, സമൂഹത്തിലുണ്ട്, നമ്മൾ അറിയപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും പഴയ രീതിക്ക് നടക്കുന്നവരും ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു അതിലും തിരുത്തേണ്ട എത്ര കാര്യങ്ങൾ കിടക്കുന്നു, അതൊക്കെ എന്താ ആരും കാണാത്തത്? ഞാനിപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ ഈ നാട്ടിൽ നടക്കുന്നതൊക്കെ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ? അല്ല. അപ്പോൾ അത് അങ്ങനെ പറയരുത്. തിരുത്തണമെങ്കിൽ എല്ലാത്തിനും ആ തിരുത്തലോടുകൂടിയ കണ്ണിൽ നടക്കുന്നവരായിരിക്കണം. എന്നാൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാം. ഇത് വേണ്ടുന്നതിനൊന്നുമില്ല, വേണ്ടാത്തതിനൊക്കെ പറയാം. അപ്പോഴേ അറിയാം ഇത് പറയുന്നത് വേറെ ആൾക്കാരാണെന്ന്. അതുള്ളത് വെച്ച് ഞങ്ങളൊക്കെ അങ്ങ് എഴുതി തള്ളും. ഇതാണ് സംഭവിക്കുന്നത്. പിന്നെ ജനങ്ങളുടെ പ്രതികരണം, അത് പറയുമ്പം എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ അടുത്ത കാലത്ത് ടൊവിനോയും ബേസിലും കൂടെ ഉള്ള ഒരു ട്രോളിൻ്റെ കഥ ഞാൻ കണ്ടായിരുന്നു. ബേസിൽ നിന്നു, അപ്പോൾ ആരോ ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ കണ്ട ആരോ വന്നെന്നോ പൃഥ്വിരാജിന് കൈ കൊടുത്ത് പോയി. അപ്പോൾ അതിനെ ടൊവിനോ ചുമ്മാ സുഹൃത്ത് ബന്ധത്തിൻ്റെ, അവരൊക്കെ നല്ല വലിയ സുഹൃത്തുക്കളാട്ടോ, തമാശിട്ടു. ബേസിൽ തിരിച്ചടിച്ചു. പണ്ട് പ്രാർത്ഥിച്ചേച്ച് വന്നപ്പം വിളക്ക് കർപ്പൂരം ഏതാണ്ട് കൊണ്ടുവന്നയാൾ ടൊവിനോയെ കണ്ടിട്ടങ്ങ് പോയി. അപ്പം ഞാൻ പറയാൻ കാര്യം, ബേസിലെന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതുവരെ ഫോണിൽ സംസാരിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം ഒരു വളരെ നല്ല ഒന്നാന്തരം ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്, നല്ല അഭിനേതാവാണ്. ഞാൻ ഈ ഗുരുവായൂർ അമ്പലനടയിൽ അതിന് മുമ്പുള്ള പടങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഈ ടി വിയിലും അവിടെ ഇവിടെയൊക്കെ കണ്ടതല്ലാതെ ഒരിടത്തിങ്ങനെ ഇരുന്ന് ഒരു ഫുൾ പടം ഞാൻ ഒന്നിച്ച് കാണുന്നത് ഗുരുവായൂർ അമ്പലനടയിലാണ്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. കാരണം ഈ കോമഡി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ഓവർ കാണിച്ചാലും നമുക്ക് കയ്യിൽ നിന്ന് പോവും. അത് കാണിക്കേണ്ട ലെവലിൽ നിൽക്കണം. ഇത് ചുമ്മാ എന്താണ് നീ കാണിക്കുന്നത്, എന്തുവാണോ അത് ഈ രണ്ടും രണ്ടല്ലേ എന്ന് പറയുന്ന പോലെ കോമഡി അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഇഷ്ടപ്പെടാം. ബേസിലെ അക്കാര്യത്തിൽ 100% പെർഫെക്റ്റാണ്, നല്ല കോമഡി. അത് കഥാപാത്രം കൂടുതൽ ആവശ്യപ്പെടുന്നെങ്കിൽ കൂടുതൽ കൊടുക്കാൻ തയ്യാറാണ്. ഇത് മതിയോ അതിൽ നിൽക്കാനും തയ്യാറാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവായി, ഏത് സീനിൽ എത്രത്തോളം ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ബേസിലിനെ പോലെ ഒരാളിൻ്റെ ഒരു ട്രോള് എന്നൊക്കെ പറയുമ്പോൾ ഞാനത് ട്രോളായിട്ട് കണക്കിലെടുക്കത്തില്ല. അത് അവർ തമ്മിലൊരു സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെങ്കിലും, പിന്നെ ഈ വന്നയാൾ കൈ കൊടുത്ത് പോയി എന്നുള്ളത് ഒരു പക്ഷേ ചിലപ്പോൾ ബേസിലിൻ്റെ നിപ്പ് കണ്ടാലേ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് വന്ന് ആരോ നിൽക്കുകയാണെന്ന് തോന്നുന്നു. ബേസിലൊരു വലിയ ടീമിൻ്റെ ഉടമസ്ഥനാണെന്ന്
പെട്ടെന്നെങ്ങാണ് മനസ്സിലാവാതെ പോയത്. അല്ലാതെ ബേസിലിനെ അറിയാൻ വയ്യാത്ത മലയാളികൾ ആരുണ്ട് ഇവിടെ? എല്ലാവർക്കും ബേസിലിനെ അറിയാം ഈ പറഞ്ഞതുപോലെ. അതൊക്കെ ചുമ്മാ തമാശയിട്ട കഥകളായിരിക്കും. അപ്പം ഈ പറയുന്ന ഒരു പൊതുസദസ്സിൽ ഒരാളെ അറിയുമ്പോൾ എങ്ങനെ പെരുമാറണം, അതും സത്യം പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ അതൊരു തമാശയായിട്ട് ഇപ്പോൾ നമ്മളിവിടെ പറയുന്നെങ്കിലും 10 പേര് നിൽക്കുന്നിടത്ത് അതിൽ 5 പേരും പ്രമുഖരാണെങ്കിൽ 5 പേരെയും നിങ്ങൾ തൊഴണം. അതൊരു ഗുരുസ്ഥാനീയരാണെന്നുള്ള രീതിയിൽ തൊഴണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളെയൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അല്ലേ, ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാണാൻ സാധിച്ചതിൽ. അതെന്ത് മീനിങ്ങും ആയിക്കൊണ്ട് പോട്ടെ, അവരെ അവരുടെ പ്രസൻസ് ഒന്ന് അക്നോളജ് ചെയ്യുക, അവരുടെ ഈ സാന്നിധ്യം നമ്മൾ ഒന്ന് അറിഞ്ഞു അംഗീകരിച്ചു എന്ന് കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ബേസിലെന്ന് പറയുന്ന വലിയ കലാകാരൻ ലോകമെമ്പാടും ആരാധകരാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേഡിയത്തിൽ വന്ന് ഒരാൾ കൈ കൊടുത്തില്ലെന്ന് വിചാരിച്ച് ബേസിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാലും എനിക്കത് വായിച്ചപ്പോൾ ഇവർ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുകയും അതിൻ്റെ ഇടയ്ക്ക് നസ്രിയ അതിനെക്കുറിച്ച് പറയും. ഇതൊക്കെ എനിക്ക് ഇവിടെ ഷൂട്ട് ചെയ്തൊക്കെ, പക്ഷേ എന്നാലും ഉച്ചക്കലത്തെ ബ്രേക്കിൽ ഇതൊക്കെയാണല്ലോ നമ്മളൊക്കെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് കാണാറൊക്കെ ഉണ്ട്. ഏതായാലും ആൾക്കാരെ അറിയുക, ബഹുമാനിക്കുക, അവരുടെ കുടുംബത്തിൽ കയറിക്കിടന്ന് വരവാതിരിക്കുക. നിങ്ങളെ ആര് ക്ഷണിക്കുന്ന അഭിപ്രായം പറയാൻ? അല്ല, എനിക്കറിയാം, ശരി, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാളാണ്, ഞങ്ങളെന്തും പറയാം, ആയിക്കോട്ടെ. അങ്ങനെ ആണെങ്കിൽ അഭിപ്രായം പറയേണ്ട കാര്യങ്ങൾക്കും പറയണം, മിണ്ടാതിരിക്കരുത്. അത് ചെയ്യാതെ വരുമ്പോഴാണ് ഒന്നില്ലെങ്കിൽ ഭീരുത്വം, രാഷ്ട്രീയക്കാരോടുള്ള പേടി കൊണ്ട് മിണ്ടായിരിക്കുന്നതായിരിക്കും. അതല്ലേ നിങ്ങൾക്ക് ഈ പർപ്പസ്ഫുള്ളി, അതായത് മനഃപൂർവ്വമായിട്ട് ആരെയെങ്കിലും ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഒരു സാഡിസ്റ്റിക് മെൻറ്റാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അല്ലേ, അവൻ്റെ മനസ്സത്ര ശരിയല്ല എന്ന് പറയും. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ ചുമ്മാ ട്രോൾ ഉണ്ടാക്കുന്നത്. തമാശ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ എന്തിനാണ് ട്രോള്? ആ ട്രോള് കൊണ്ട് ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ട് ട്രോളുകാരോട്, പണ്ട് എൻ്റെ റോഡ് നന്നാക്കിയതിന്. സത്യം പറഞ്ഞാൽ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. എന്തിയെ ലംബോർഗിനി അമ്മയെന്നൊക്കെ ചോദിച്ചേര്, മനുഷ്യന് നടക്കാൻ വയ്യ ആ റോഡിൽ കൂടെ. പിന്നെ അത് ഈ പറയുന്ന പോലെ ശ്രീ പിണറായി വിജയനാണ് ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞപ്പോൾ നല്ല ഭംഗിയാക്കി ഇട്ട് തന്നതൊക്കെ അദ്ദേഹം തന്നെ. അതൊക്കെ എനിക്ക് മറക്കാനേ ഒക്കത്തില്ല, ഞാൻ എത്രയോ പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് 5 വർഷം കയറി ഇറങ്ങി നടന്നില്ല. ഇപ്പോഴും ഒരെണ്ണം ഇങ്ങനെ 3 വർഷമായിട്ട് കയറി ഇറങ്ങുന്നുണ്ട് മേയറുമായിട്ട്. അത് ഇനിയിപ്പം എപ്പോൾ നടക്കുമെന്നൊക്കെ ഉള്ളത് ഇനി CM-നോട് അതിന് നേരിട്ട് പോയി ചോദിക്കേണ്ടി വരുമായിരിക്കും, അറിയില്ല. ചോദിക്കാം എങ്ങനെ ഇരിക്കുന്നു ഞാൻ, കാരണം നമ്മളൊക്കെ വയസ്സായില്ലേ, എപ്പോഴും അങ്ങ് ചെന്ന് കയറി കാണാൻ പറ്റുമോ? അവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്. എന്തായാലും എനിക്കതൊക്കെ പറയാനുള്ളൂ. ഒരമ്മ എന്നുള്ള നിലയിൽ വീട്ടിലിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാത്തിനും സർക്കാരെ കുറ്റം പറയുക, പ്രതിപക്ഷം ഭരണപക്ഷത്തിനെയും പറഞ്ഞു, ഭരണപക്ഷം പ്രതിപക്ഷത്തിനെയും പറഞ്ഞു, ഇത് രണ്ടും അല്ലാത്തൊരു ഗ്രൂപ്പിനെ എല്ലാവരും കൂടെ പറഞ്ഞു. ഇതിലുണ്ടൊന്നും നമ്മുടെ നാട്ടിനൊന്നും നേടാൻ പോകുന്നില്ല. വെറുതെ പറയുകയാണെന്ന് ഇവരെല്ലാം കൂടി ഇപ്പോൾ എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെ, ഒരുത്തന്നെ എങ്ങും ഒന്നും കൊണ്ടുപോകില്ല. നമ്മുടെ നാട് നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ സുരക്ഷിതരായിട്ടിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മളും കൂടി സ്വയം കണ്ടെത്തുക. അതിന് സർക്കാർ കൂടെ നിന്നില്ലെങ്കിൽ അതിനെ എതിർക്കുക. ഇതാണ് ചെയ്യേണ്ടത്.